കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ സംഗിനെയാണ്. സംഗ് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു. അവൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത്. കൂടാതെ എല്ലാ പ്രോഡക്റ്റുകളെയും പറ്റിയും കസ്റ്റമേഴ്സിന് നന്നായി വിവരിച്ചു കൊടുക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഈവൻ അത് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ടൈപ്പ് പ്രോഡക്റ്റുകളാണെങ്കിൽ പോലും അതിനെപ്പറ്റിയും അത് വാങ്ങുന്ന കസ്റ്റമേഴ്സിനോട് അവർ ചോദിക്കാതെ തന്നെ സംഗ് വിവരിച്ചു കൊടുക്കും. അത് അവന്റെ പൊതുവായ ഒരു ശൈലിയാണ്. പക്ഷെ എല്ലാ കസ്റ്റമേഴ്സിനും അത് ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ ഒരു കസ്റ്റമറിന്റെ കംപ്ലൈന്റ് പ്രകാരം സംഗിനെ അവന്റെ മുതലാളി കടയിൽ വെച്ച് പബ്ലിക്കായി ദേഹോപദ്രവം ചെയ്യുന്നു. ദേഹം നോവുന്ന സമയം സംഗിന് അവന്റെ മുതലാളിക്കിട്ട് തിരിച്ചൊരെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ അവൻ അതെല്ലാം സഹിച്ചു പിടിച്ചിരിക്കുകയാണ്. കാരണം അവൻ ആ ജോലി വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ജോലി കഴിഞ്ഞ് അല്പനേരം തനിയെ ഇരിക്കുമ്പോൾ സംഗ് തന്റെ അവസ്ഥ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നു. അവൻ കഴിഞ്ഞ 4 വർഷങ്ങളായി പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് എഴുതുകയാണ്. ഇപ്പൊ തന്നെ ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞ എന്റെ റിസൾട്ട് നോക്കുമ്പോൾ അവൻ ഫെയിലായി എന്ന് മനസ്സിലാവുന്നു. 4 വർഷങ്ങളായി 8 തവണയാണ് അവൻ ഈ എക്സാം എഴുതിയത്. 8 തവണയും 8 നിലയിൽ പൊട്ടിയതല്ലാതെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാൻ അവൻ തയ്യാറല്ല. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് സംഗിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജോജി സംഗിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവൻ ആകെപ്പാടെ വിഷമിച്ചിരുന്ന് കരയുന്നതാണ് കാണുന്നത്. പാവം, പരീക്ഷ എഴുതി ഇങ്ങനെ തോക്കുന്നതിന്റെ സങ്കടമായിരിക്കുമെന്ന് കരുതി ജോജി അവനെ മോട്ടിവേറ്റ് ചെയ്ത് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് സംഘം പറയുന്നത്, ഞാനിപ്പോ കരയുന്നത് പരീക്ഷയിൽ പൊട്ടിയത് കൊണ്ടൊന്നുമല്ല. എന്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേറാ, അവൾ എന്നെ തേച്ചിട്ട് പോയി. അതിന്റെ കാര്യം പോലും മര്യാദയ്ക്കൊന്നും പറയാതെ ആയിരുന്നു അവളുടെ തേപ്പ്. ആ സങ്കടമാണ് പരീക്ഷയിൽ തോറ്റതിനേക്കാൾ എന്നെ ഇപ്പോൾ അലട്ടുന്നതെന്ന്. ജോലി സ്ഥലത്ത് വഴക്ക് കേൾക്കുന്നു, പരീക്ഷയിൽ തോറ്റു തുന്നം പാടുന്നു, കാമുകി ഇട്ടിട്ട് പോകുന്നു. പക്ഷെ ഇവിടം കൊണ്ടെങ്ങും സംഗിന്റെ കഷ്ടകാലം തീർന്നില്ല. അവൻ കഴിഞ്ഞ 2 മാസമായി വാടക കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവന്റെ വാടക വീട്ടിൽ നിന്ന് മുതലാളി അവനെ അടിച്ചിറക്കുന്നു. അങ്ങനെ താമസിക്കാൻ ഒരിടമില്ല, കയ്യിൽ കാശില്ല. വേറെ വഴിയൊന്നും ഇല്ലാതെ അവൻ ജോലി ചെയ്തിരുന്ന കടയ്ക്കകത്ത് തന്നെ മുതലാളി കാണാതെ അന്ന് രാത്രി കഴിച്ചു കൂട്ടാനായി സംഘ് ശ്രമിക്കുന്നു. പക്ഷെ നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നേരം വെളുത്തതോ കട തുറന്ന് മുതലാളി അകത്ത് വന്നതോ ഒന്നും സംഘ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സംഘിനെ കണ്ടപാടെ മുതലാളി അവനെ അടിച്ച് വെളിയിൽ ഇറക്കുന്നു. അങ്ങനെ മൊത്തത്തില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘിന് പണി കിട്ടി. അവൻ അടപടലം പെട്ടിരിക്കുകയാണ്. അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞ് സംസാരിക്കാൻ ആകെപ്പാടെ ഉള്ളത് ജോജിയാണ്. ജോജിയോട് അവന്റെ കണ്ടകശനിയെ പറ്റി സംഘ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഫോണിലൂടെ ഏതെങ്കിലും ജോലിയുടെ വേക്കൻസി ഉണ്ടോ എന്നും തപ്പുന്നുണ്ട്. അപ്പോഴാണ് സംഘ് ഒരു ജോലിയുടെ വേക്കൻസി ശ്രദ്ധിക്കുന്നത്. 3 പകലും 2 രാത്രിയും മാത്രം ചെയ്യേണ്ട ജോലിയാണത്. നല്ല ശമ്പളവും ഓഫർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപാടെ സംഘ് അതിന് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഫോളോ അപ്പ് കോൾസും മെസ്സേജസും വന്നതിനെ തുടർന്ന് വെന്യൂവിൽ ചെല്ലുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ജോലിയല്ല, എക്സ്പെരിമെന്റിന് വേണ്ടി കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്ന പരസ്യമായിരുന്നു എന്നത്. സംഘ് മാത്രമല്ല ആ പരസ്യം കണ്ട് എത്തിയിരിക്കുന്നത് സംഘിനെ പോലെ തന്നെ കുറച്ച് പേരും കൂടി എത്തിയിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്നത്. അവിടെ എത്തി ബോഡി വെയിറ്റും ബോഡിയുടെ മെഷർമെന്റ്സും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തതിനു ശേഷമാണ് സെലക്ട് ചെയ്യുക. എന്തായാലും ഭാഗ്യവശാൽ സംഘിന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. അവിടെ സംഘിനെയും സംഘിനെ പോലെ സെലക്ഷൻ കിട്ടിയ മറ്റുള്ളവരെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. നന്നായി ഫുഡ് കഴിപ്പിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, റെസ്റ്റ് എടുപ്പിക്കുന്നു. ഇത് തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ 3 പകലും 2 രാത്രിയും ഹോസ്പിറ്റലിൽ ഇവർക്ക് ചെലവഴിക്കേണ്ടി വരുന്നു ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഇവരെ പറഞ്ഞു വിടുമ്പോൾ മുന്നേ പറഞ്ഞിരുന്ന അത്രയും എമൗണ്ട് തന്നെ കൊടുത്തും വിടുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു കാര്യം ചെയ്ത് ഇത്രയും രൂപ കിട്ടിയതിൽ സംഘ് വളരെ ഹാപ്പിയാണ്. അവൻ അവിടെ നിന്ന് പോകാനായി ഇറങ്ങുന്ന സമയം പെട്ടെന്ന് അവന്റെ കണ്ണിൽ ഒരു നീല വെളിച്ചം അടിച്ചിട്ട് പോകുന്നത് പോലെയും വല്ലാത്ത തലകറക്കം പോലെയും അവൻ അനുഭവപ്പെടുന്നു. പക്ഷെ അത് കാര്യമാക്കാതെ സംഘ് അവിടെ നിന്ന് പോകും വഴി അവൻ സോറയെ കാണുന്നുണ്ട്, അവനെ തേച്ചിട്ട് പോയ ആ കാമുകിയെ. പക്ഷെ അവൾ അവനോട് സംസാരിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ പിന്നീട് സംഘ് നേരെ പോകുന്നത് ജോജിയെ കാണാനായിട്ടാണ്. ജോജിയുടെ കൂടെ സംസാരിക്കവേ ജോജി സോറയ്ക്ക് ഗോമു എന്ന ഒരു പോലീസുകാരനുമായി ഇപ്പോൾ റിലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അവൾ നിന്നെ ബ്രേക്കപ്പ് ചെയ്തതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന്. മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനാണ് സോറ തന്നെ ബ്രേക്കപ്പ് ചെയ്തതെന്ന് സംഘ് ഇതുവരെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പിന്നീട് അവൻ ആ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുത്ത് കിട്ടിയ കാശും കൊണ്ട് അടയ്ക്കാനുണ്ടായിരുന്ന റൂമിന്റെ വാടകയൊക്കെ അടച്ച് വീണ്ടും ആ റൂമിൽ താമസം ആരംഭിക്കുന്നു. പക്ഷെ അവൻ ഇപ്പോഴും സോറ അവനെ വിട്ടിട്ട് പോയതിന്റെ സങ്കടം മാറുന്നില്ല. അതിന്റെ ഇടയിൽ കലശലായ പനിയും തുടങ്ങുന്നു. ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ചിരുന്നിട്ട് പോലും അവൻ തണുത്ത് വിറയ്ക്കാണ്. അത്ര ഇറക്കൂടിയ പനി അനുഭവപ്പെട്ട അവൻ അടുത്ത ദിവസം തന്നെ ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാനായി പോകുന്നു. അങ്ങനെ ആ സമയം വീണ്ടും കഴിഞ്ഞ ദിവസം വന്ന പോലെ വല്ലാത്ത തലകറക്കം അനുഭവപ്പെടുന്ന സംഘ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാണ്. അവന് വല്ലാത്ത തലവേദനയും അതിന്റെ കൂടെ എടുക്കുന്നു. കൂടാതെ മര്യാദയ്ക്ക് റോഡിലൂടെ നടക്കാൻ സാധിക്കാതെ അങ്ങിങ്ങ് തെന്നി നടക്കുന്ന അവനെ ഇടിക്കാനായി ഒരു കാർ വരുന്നുണ്ട്. ആ സമയം വീണ്ടും കണ്ണിലൂടെ നീല വെളിച്ചം ഫ്ലാഷ് ആവുന്നു. എന്ത് അത്ഭുതമാണെന്നറിയില്ല, ഒരു സൂപ്പർ ഹീറോ
പോയ പോലെ സംഗ് ആ കാർ ഇടിക്കാതെ ചാടി രക്ഷപ്പെട്ടു പോകുന്നു. തുടർന്ന് വീട്ടിലെത്തിയ ശേഷം അവനൊന്നും മര്യാദയ്ക്ക് കാണാൻ വയ്യ. എല്ലാം ബ്ലറായാണ് കാണുന്നത്. കണ്ണാടിയിലെ പൊടി വല്ലമായിരിക്കുമെന്ന് കരുതി അവനെ കണ്ണാടി മാറ്റുമ്പോൾ അവന് നല്ല സൂപ്പറായി കണ്ണാടി ഇല്ലാതെ കാണാം. മുന്നേ കണ്ണാടി ഇല്ലാതെ തന്നെ അവനൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തനിക്ക് എന്തൊക്കെയോ മാറ്റം വരുന്നുവെന്ന് അവന് മനസ്സിലാവുന്നു. പിന്നീട് ബോറടിച്ചിരിക്കുന്ന സമയം ജോജിയുടെ കൂടെ വെളിയിൽ പോകുന്നവൻ ബില്യാർഡ്സ് കളിക്കാനായി ചെല്ലുന്നു. ആദ്യമായാണ് സംഗ് ബില്യാർഡ്സ് കളിക്കുന്നതെങ്കിലും അന്ന് കളിയിൽ മുഴുവൻ സ്റ്റാർ ആയത് അവനാണ്. എല്ലാവരും അവനെ പ്രശംസിക്കുന്നു. ഇതേ സമയം ജോലിക്ക് വളരെ ധൃതിയിൽ ഇറങ്ങുകയായിരുന്ന സോറയുടെ അടുത്തേക്ക് ഗോങ്മു എത്തുന്നു. അതായത് മറ്റേ പോലീസുകാരൻ. അയാളെ ലിഫ്റ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ സോറ അയാളുടെ വണ്ടിയിൽ കയറി പോകുന്നു. രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് ടൂ വീലറിൽ പോകുന്നത് റോഡിൽ നിൽക്കുകയായിരുന്ന സംഗ് കാണുന്നു. അവനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവളെ എന്നെ പറ്റിച്ചത് ഈ പോലീസുകാരന്റെ കൂടെ പോകാനല്ലേ എന്ന് പറഞ്ഞ് കലിയിളകുന്ന സംഗ് ആ വണ്ടി ലക്ഷ്യമാക്കി റോഡിലൂടെ ഓടാണ്. ഇവൻ ഓടുന്നതിനനുസരിച്ച് അവന്റെ സ്പീഡ് കൂടി കൂടി വരുന്നു. കൂടാതെ റോഡിലുള്ള തടസ്സങ്ങളെ ചാടി മറികടന്ന് ഓടാനും അവന് സാധിക്കുന്നുണ്ട്. അവൻ നല്ല ശക്തിയിൽ സോറയ്ക്ക് നേരെ അലറുമ്പോൾ അവൾ അത് കേട്ട് തിരിഞ്ഞു നോക്കുന്നു. ആ സമയം നോക്കുന്ന അവളോട് ദേഷ്യപ്പെട്ട് ഓരോന്നും സംസാരിച്ച് ശ്രദ്ധിക്കാതെ ഓടുന്ന സംഗ് നേരെ ഒരു അയൺ പില്ലറിൽ തട്ടി താഴെ വീഴുന്നു. ഇത് കാണുന്ന സോറ പോലീസുകാരനോട് വണ്ടി നിർത്താനായി ആവശ്യപ്പെട്ട് വണ്ടിയിൽ നിന്നിറങ്ങി സംഗിന് എന്തെങ്കിലും പറ്റുമോ എന്ന് വന്ന് നോക്കാണ്. സംഗിന് ഭാഗ്യവശാൽ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവുന്നു. ഇവര് തമ്മിലുള്ള വഴക്ക് റോഡിലൂടെ പോയ പല ആളുകളും കൂടാതെ പോലീസുകാരനും ഒക്കെ നോക്കി നിൽക്കുകയാണ്. നീ ഇയാളെ കണ്ടിട്ടല്ലേ എന്നെ പറ്റിച്ചിട്ട് പോയതെന്ന് പോലീസുകാരനെ നോക്കി സംഗ് പറയുമ്പോൾ തങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു റിലേഷനേ ഇല്ല എന്ന് സോറ സംഗിനോട് പറയുന്നു. അതായത് അവൾക്ക് പോലീസുകാരനെ ഇഷ്ടമല്ല, ആ ഒരു കാര്യം കൊണ്ടല്ല അവള് സംഗിനെ വിട്ടിട്ട് പോയതെന്ന്. കൂടാതെ പോകുന്നതിന് മുന്നേ അവനിട്ടൊരു അടിയും കൊടുത്തിട്ടാണ് അവള് പോകുന്നത്. അങ്ങനെ സോറയുടെ കയ്യിൽ നിന്ന് രാവിലെ തന്നെ അടി വാങ്ങിച്ച് സംഗ് നേരെ ചെല്ലുന്നത് മുന്നേ അവൻ ജോലി ചെയ്തിരുന്ന സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അതിന്റെ മുതലാളിയെ കണ്ട് അയാൾ ഇവന് കൊടുക്കാതിരുന്ന ശമ്പളം വാങ്ങാനായി ശ്രമിക്കുമ്പോൾ അയാൾ ശമ്പളം കൊടുക്കാനേ തയ്യാറല്ല. ഒടുക്കം അത് വലിയ പ്രശ്നമാകുമ്പോൾ പോലീസുകാർ ഇടപെട്ട് മുതലാളിയുടെ കയ്യിൽ നിന്ന് അവന് ശമ്പളം വാങ്ങി കൊടുക്കുന്നു. അങ്ങനെ കിട്ടിയ കാശും കൊണ്ട് നേരെ ഒരു സലൂണിൽ ചെന്ന് തന്റെ ഹെയർ കട്ടൊക്കെ മാറ്റി ഒരു ബൊട്ടിക്കിൽ പോയി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് അടിമുടി ഒരു മേക്ക് ഓവർ നടത്തുകയാണ് സംഗ്. ഇപ്പോൾ അവനെ കണ്ടാൽ ഏത് പെൺകുട്ടിയും നോക്കും. റോഡിലൂടെ അവൻ നടക്കുന്നത് പെൺകുട്ടികളൊക്കെ നോക്കി നിൽക്കാണ്. കാരണം അത്രയ്ക്ക് നല്ല ഒരു സ്റ്റൈൽ ആൻഡ് ലുക്കാണ് ഇപ്പോൾ അവനുള്ളത്. അവൻ അങ്ങനെ രാത്രി ഒരു ഓവർ ബ്രിഡ്ജിന്റെ അവിടെ നിൽക്കുമ്പോൾ താഴെയായി ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ കുറച്ച് റൗഡി പയ്യന്മാർ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടപാടെ സംഗ് ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒറ്റച്ചാട്ടം. പൂച്ച 4 കാലിൽ ലാൻഡ് ആവുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയി അവൻ താഴെ വന്ന് നിൽക്കുന്നു. കൂടാതെ ആ റൗഡികളുമായി ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി അവൻ ഫൈറ്റ് ചെയ്യാണ്. ആ റൗഡികളെ തല്ലി ഓടിച്ച ശേഷം ആ പെൺകുട്ടിയെ നോക്കുന്ന അവൻ വളരെ ഹാപ്പി ആവുകയാണ്. കാരണം ആ പെൺകുട്ടി ഇവനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവൾക്ക് എത്ര നന്ദി പറഞ്ഞിട്ടും അങ്ങോട്ട് സംതൃപ്തി കിട്ടുന്നില്ല. ഈ പെൺകുട്ടിയുടെ പേര് തേയ് എന്നാണ്. സംഗ് അവൻ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അവൻ രക്ഷിച്ച തേയിയെ ഇവന്റെ സുഹൃത്തായ ജോജിക്ക് ഓൾറെഡി അറിയാം. കാരണം അവളും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ്. പക്ഷെ ഇന്ന് വരെ തേയിയെ സംഗ് കണ്ടിട്ടില്ല എന്ന് മാത്രം. തേയ് അവിടെയുള്ള വലിയൊരു പണക്കാരന്റെ മകളാണ്. കൂടാതെ തേയ് സംഗിനെയും ജോജിയെയും അന്ന് കോഫി കുടിക്കാനായി വിളിക്കുന്നു. അങ്ങനെ ഒന്നിച്ച് കുറച്ചു നേരം 3 പേരും ചെലവഴിച്ച ശേഷം രാത്രി ലേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ സംഗ് തേയിയെ അവളുടെ വീട്ടിൽ വിടാനായി പോകുന്നു. ആ സമയം സംഗിനോടുള്ള തന്റെ ഇഷ്ടം തേയ് തുറന്നു പറയുന്നുണ്ടെങ്കിലും സംഗ് അതിന് നല്ലൊരു മറുപടി ഒന്നും പറയാതെ വെറുതെ ചിരിച്ചു കാണിക്കുന്നു. അടുത്ത ദിവസം രണ്ടുപേരും ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സോറ വരുന്നുണ്ട്. സോറയെ കണ്ടപാടെ അവളോടുള്ള ദേഷ്യം കൊണ്ട് തേയോട് ഇഷ്ടമൊന്നുമില്ലെങ്കിലും സോറയെ ഒന്ന് കുശുമ്പ് പിടിപ്പിക്കാനായി സംഗ് അവന് തേയെ ഇഷ്ടമുള്ളത് പോലെ അഭിനയിക്കുന്നു. ഇത് കണ്ട് സോറ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പക്ഷെ സോറയുടെ മുഖഭാവത്തിൽ നിന്ന് അവൾക്ക് യഥാർത്ഥത്തിൽ സംഗിനോട് ദേഷ്യമൊന്നുമില്ല, അവനോട് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. സോറ അവളുടെ ചില സാഹചര്യങ്ങൾ മൂലമാണ് സംഗിൽ നിന്ന് അകലാൻ തീരുമാനിച്ചത്. അവൾ ഒറ്റയ്ക്ക് വേണം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാനായി. പഠിക്കാനായുള്ള ഫീസ് കണ്ടെത്തണം, മറ്റു ചിലവുകൾക്ക് കാശ് കണ്ടെത്തണം, അതിനൊക്കെ വേണ്ടി ജോലിക്ക് പോകണം, അങ്ങനെ പല പല കാര്യങ്ങൾ. ഇതേ സമയം സംഘം ഇവളെ പ്രേമിച്ച് നടക്കുന്നതിനെ തുടർന്ന് ഒരു ലക്ഷ്യവുമില്ലാതെ അല്ലെങ്കിൽ എവിടെയും എത്താതെ മുന്നോട്ട് പോകുന്നു എന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും താമസ സ്ഥലത്തേക്ക് ചെല്ലുന്ന സോറ അവളുടെ ഡോറിന്റെ മുന്നിൽ പോലീസുകാരനായ ഗോമു കുറച്ച് ഭക്ഷണം കവറിൽ കൊണ്ടുവെക്കുന്നത് കാണുന്നു. ഇത് കണ്ട് അവൾ അമ്പരന്ന് പോവാണ്. കാരണം ഇതിനു മുന്നേയും പലതവണ ഇവളുടെ ഡോറിന്റെ മുന്നിൽ ഇതേപോലെ ഭക്ഷണം വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അതാരാണ് വെക്കുന്നതെന്ന് ഇവൾക്ക് അറിയില്ലായിരുന്നു. സോറ കഷ്ടപ്പെടുന്ന കാര്യമെല്ലാം ഗോമുവിന് അറിയാം. അവന് പണ്ടുതൊട്ടേ സോറ ഇഷ്ടമാണ്. പക്ഷെ അന്ന് സോറ സംഗിന്റെ കൂടെ ഡേറ്റിംഗിലായിരുന്നു, റിലേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേമമൊക്കെ വിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പോലീസ് ടെസ്റ്റ് പാസ്സായി ഇപ്പോൾ പോലീസുകാരനായിരിക്കുകയാണ് ഗോമു. ഈ സമയത്താണ് സോറ അവളുടെ കാര്യങ്ങൾ കൊണ്ട് സംഘുമായി ബ്രേക്കപ്പ് ആയത്. അതുകൊണ്ട് ഇവരിപ്പോൾ അകൽച്ചയിലായതുകൊണ്ട് വീണ്ടും സോറയുമായി അടുക്കാനാണ് ഗോമു ശ്രമിക്കുന്നത്. മുന്നേ സംഘ് നിങ്ങൾ തമ്മിൽ റിലേഷനിലല്ലേ എന്ന് ഗോമുവിനെ നോക്കിക്കൊണ്ട് സോറയോട് ചോദിച്ചപ്പോൾ പോലും സോറ ഗോമുവിന്റെ ഉള്ളിൽ തന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് അവൾക്കത് മനസ്സിലാവുന്നു. ഇതേ സമയം സംഗിനെ അമ്മ വിളിച്ച് കാശിന് വളരെ അത്യാവശ്യമുണ്ടെന്ന് അറിയിക്കുന്നു. പക്ഷെ സംഗിന്റെ കയ്യിൽ അയച്ചു കൊടുക്കാനൊന്നും കാശില്ല. അവൻ എന്ത് ചെയ്യുമെന്ന്
ആലോചിക്കുകയാണ്. വീണ്ടും പത്രമെടുത്ത് മുന്നത്തെ പോലെ എന്തെങ്കിലും എക്സ്പെരിമെന്റോ മറ്റോ പങ്കെടുക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ അതുവഴി കാശ് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് നോക്കുന്ന സമയം ഒരു ക്വിസ് കോമ്പറ്റീഷനെ പറ്റി അവൻ കാണുന്നു. അതിൽ ഫ്രീ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ അവൻ അതിൽ രജിസ്റ്റർ ചെയ്യുകയും അവർ കൊടുക്കുന്ന മെറ്റീരിയൽസ് വെച്ച് പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മുന്നേ ആ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുത്തതിന് ശേഷം ശരീരത്തിൽ പല മാറ്റങ്ങൾ സംഗിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവന് നന്നായി പഠിക്കാനും കാര്യങ്ങൾ ഓർത്തു വെക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ സംഘം എല്ലാം പഠിച്ച ശേഷം ആ ഒരു ക്വിസ് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുകയും അതിൽ ഫസ്റ്റ് പ്രൈസ് നേടുകയും ചെയ്യുന്നു. അങ്ങനെ 5 മില്യൺ യുവാനാണ് അവന് സമ്മാനമായി ലഭിക്കുന്നത്. അടുത്ത ദിവസം തന്നെ അച്ഛനെയും അമ്മയും കാണാനായി സംഘ് പോകുന്നു. ക്വിസിന് ജയിച്ച് കിട്ടിയ തുകയിൽ നിന്ന് കുറച്ച് കാശ് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് അവൻ അവരുടെ കൂടെ ഇരിക്കുന്ന സമയം അമ്മ സോറയെ പറ്റി തിരക്കാണ്. സോറയ്ക്കും സംഘിനും ഇടയിൽ ഉണ്ടായിരുന്ന ബന്ധം അവന്റെ മാതാപിതാക്കൾക്കും അറിയാം. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ അച്ഛനെയും അമ്മയും വന്ന് കാണാറുണ്ടായിരുന്നു. പക്ഷെ ബ്രേക്കപ്പ് ആയ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സംഘ് അതിനെപ്പറ്റി പറയുന്നുമില്ല. അങ്ങനെ പിന്നീട് നാട്ടിൽ നിന്ന് തിരിച്ച് തന്റെ താമസ സ്ഥലത്തേക്ക് തിരികെ എത്തുകയാണ് സംഘ്. ആ സമയത്ത് അവൻ സോറയുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തായുള്ള അവന്റെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ സോറയ്ക്ക് വയ്യാത്ത കാര്യം മനസ്സിലാവുന്നു. അവൻ ഉടനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. സോറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയം അവളെ ജോലി സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായി സംഘ് പോവുകയാണ്. കാരണം സോറ ജോലിക്ക് പോയില്ലെങ്കിൽ അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് ബോധം തെളിയുന്ന സോറ നേരെ വെപ്രാളം പിടിച്ച് അവളുടെ ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് സംഘ് അവൾക്ക് വേണ്ടി അവിടെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാവുന്നത്. തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചതിനും തന്റെ ജോലി പോവാതെ നോക്കിയതിനും അവൾക്ക് സംഘിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതിന്റെ സൂചകമായി ഒന്നിച്ച് ഡിന്നർ കഴിച്ചാലോ എന്ന് അവള് ചോദിക്കുന്നു. അങ്ങനെ ഓരോന്നും മിണ്ടിയും പറഞ്ഞും രണ്ടുപേരും പഴയ പിണക്കങ്ങളൊക്കെ മറക്കുകയാണ്. അവരങ്ങനെ ഒന്നിച്ചു വരുന്ന സമയം അവിടേക്ക് തേയും ഗോമുവും എത്തുന്നു. അങ്ങനെ ഒന്നിച്ചു വന്ന ഇവർക്ക് രണ്ടുപേർക്കും രണ്ടായി പിരിയേണ്ടി വരുന്നു. ഗോമുവിന്റെ കൂടെ സോറയും തേയുടെ കൂടെ സംഘിനും പോകേണ്ടി വരുന്നു. ഇനിയും ഒന്നിച്ചു ചേരാൻ പറ്റില്ല, ഇനി സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്ന് തോന്നുന്ന ഇവർ പുതിയ ബന്ധങ്ങളിലേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ രണ്ടുപേർക്കും ഉള്ളിന്റെ ഉള്ളിൽ അതിന് സാധിക്കുന്നില്ല. രണ്ടുപേരും ഇപ്പോഴത്തെ അവരുടെ പാർട്ട്നേഴ്സിന്റെ കൂടെ തൃപ്തരല്ല. മുന്നേ പ്രണയിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ ഉണ്ടായാൽ അത് മാറ്റാനായി ഇവർ രണ്ടുപേരും ഒത്തുകൂടാറുണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് രണ്ടുപേരും ചെല്ലുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അവരവരുടെ പാർട്ട്നേഴ്സിൽ നിന്ന് ഫോൺ കോൾ ഒക്കെ വരുന്നുണ്ടെങ്കിലും അത് അവോയ്ഡ് ചെയ്തു വിടുന്നു. അങ്ങനെ കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞും സമയം ചെലവഴിച്ച് വീണ്ടും തിരിച്ചെത്തുന്ന സമയം ഇവരെ കാത്ത് ഗോമുവും തേയും ഇരിപ്പുണ്ടായിരുന്നു. തേയോട് തന്റെ ഉള്ളിൽ ഇപ്പോഴും സോറയാണെന്ന് സംഘ് തുറന്നു പറയുന്നു. അത് കേട്ട് ദേഷ്യം വരുന്ന തേയി അവന്റെ മുഖത്തടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. കൂടാതെ ഈ ഒരു സിറ്റുവേഷനിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് ഗോമുവും സോറയോട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് സോറ സംഘിനെ കണ്ട് അവൻ അവളോടുള്ള ആ ഒരു ഇഷ്ടം അവൾക്കും ഇപ്പോഴും തിരിച്ചുണ്ടെന്നും നമുക്ക് വീണ്ടും റിലേഷൻഷിപ്പിലാകാമെന്നും പറയുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആയ ഇവർ വീണ്ടും പ്രണയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ സമയം ഒരു പ്രണയ തകർച്ച ഇപ്പോൾ നേരിട്ട തേയി കള്ളു കുടിച്ച് ഒരു കടയിൽ കയറി ബഹളം ഉണ്ടാക്കുകയാണ്. ആ കടക്കാരൻ പോലീസുകാരനെ വിളിച്ചു വരുത്തുമ്പോൾ അവിടെ എത്തുന്നത് ഗോമുവാണ്. ഗോമുവിന് തേയുടെ സിറ്റുവേഷൻ എല്ലാം മനസ്സിലാവുന്നുണ്ട്. തേയി വല്ലാതെ വിഷമിക്കുമ്പോൾ ഗോമുവാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ ഒരേപോലെ ദുഃഖിതരായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇടയ്ക്ക് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ സോറയുടെ കൂടെ കറങ്ങുകയായിരുന്ന സംഘിന് അവന്റെ ശരീരത്ത് ചുവന്ന കുരുക്കൾ വരുന്നതായും വീണ്ടും പനി പിടിച്ചതായും മനസ്സിലാവുന്നു. അവൻ അതിനെപ്പറ്റി തിരക്കാനായി മുന്നേ അവൻ എക്സ്പെരിമെന്റിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത ഡോക്ടറിനെ ചെന്ന് കാണുന്നു. ഡോക്ടർ സംഘിനെ പരിശോധിച്ച ശേഷം പറയുന്നത് ഇത് മുന്നേ നടത്തിയ എക്സ്പെരിമെന്റിൽ നീ കഴിച്ച മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ്. അതിന് പകരമുള്ള ഒരു മറുമരുന്ന് ഞാൻ തരാം. പക്ഷെ ആ ഒരു മറുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ എക്സ്പെരിമെന്റിലെ മരുന്നിലൂടെ നിനക്ക് ലഭിച്ച ഓടാനുള്ള പവറും നല്ല മെമ്മറി പവറും എല്ലാം നഷ്ടപ്പെടുന്നതായിരിക്കുമെന്ന്. ഇത് മനസ്സിലാക്കുന്ന സംഘ് അവൻ ഈ അടുത്തായി എഴുതാനിരിക്കുന്ന പോലീസ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മറുമരുന്ന് കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിന്റെ ഇടയിൽ ഇവന് വളരെ വലിയ ശാരീരിക അസ്വസ്ഥതകൾ വരുമെങ്കിലും അത് സഹിക്കാനായി മനസ്സുകൊണ്ട് തയ്യാറെടുപ്പ് നടത്തുന്നു. അങ്ങനെ ആ ഒരു ടെസ്റ്റിന്റെ ദിവസം വന്നെത്തുന്നു. പരീക്ഷ എഴുതാനിരിക്കുന്ന സംഘിന് കൊടിയ ശരീരവേദനയും അസ്വസ്ഥതകളും ഉണ്ടെങ്കിലും അവൻ അതൊക്കെ അവഗണിച്ച് പരീക്ഷ എഴുതുകയാണ്. പക്ഷെ പരീക്ഷ പകുതിയാവുന്ന സമയത്താണ് സോറയ്ക്ക് ആക്സിഡന്റ് പറ്റി അവൾ ഹോസ്പിറ്റലിലാണെന്ന വാർത്ത അവൻ അറിയുന്നത്. അവൻ ശാരീരിക അസ്വസ്ഥതകൾ പോലും കണക്കാക്കാതെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് സോറ സ്റ്റേബിൾ ആയി എന്നറിയുമ്പോഴാണ് അവനൊന്ന് ആശ്വാസമാകുന്നത്. പക്ഷെ അപ്പോഴേക്കും അവൻ എക്സാം ഉപേക്ഷിച്ചായിരുന്നല്ലോ. കൂടാതെ ഇപ്പോൾ ശാരീരിക അസ്വസ്ഥത കൂടി ബോധം കെട്ട് താഴേക്ക് വീഴുന്നു. പിന്നീട് അവന് ബോധം തെളിയുമ്പോൾ അവന്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആയിട്ടാണുള്ളത്. മറുമരുന്ന് കൊണ്ട് അവനെ ട്രീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. എങ്കിലും മറുമരുന്ന് കഴിക്കുന്നതിന് മുന്നേ എക്സാം പാസ്സാവണം എന്ന ആ ഒരു ആഗ്രഹം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയതിന്റെ നിരാശയുണ്ട്. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറുക്കുവഴികളിലൂടെ ഒന്നും നേടാൻ സാധിക്കില്ല. ശാശ്വതമായുള്ളത് കഷ്ടപ്പെട്ട് നേടുന്നത് മാത്രമായിരിക്കുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. തുടർന്ന് രണ്ടുപേരും അവരുടെ ജീവിതവുമായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു. സോറ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കയറുന്നു. ആ സ്കൂളിലെ ഹോം ഗാർഡായി ജോലിക്ക് കയറുകയാണ് സംഘ്. അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.